എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയപ്പോഴാണല്ലോ അനുവിനെ സപ്പോർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ എല്ലാവരും കൂടി വയൽക്കാടിന് എഗെയിൻസ്റ്റ് കളിക്കുമ്പം ജനങ്ങളൊക്കെ വയൽക്കാടിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു തോന്നൽ അനുവിനുണ്ട്. അതുകൊണ്ടാണ് അത് ശൈത്യ ഇന്ന് അക്ബറിനോട് പറയുന്നുണ്ട്. അത് ശരിയാണ്, ശൈത്യക്ക് തോന്നിയത് കറക്റ്റ് ആവാം. അക്ബറിനോട് പറയുന്നുണ്ട്. അക്ബർ ശൈത്യയും കൂടി ഇന്ന് സംസാരിക്കുന്ന അതേ വിഷയമാണ്. അത് വേറൊന്നുമല്ല, നിവീൻ്റെ കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. നിവിൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, നിവിൻ കുറേശ്ശെ അങ്ങനെ അങ്ങോട്ട് ചാഞ്ചാടി തുടങ്ങിയിട്ടുണ്ട്. ആള് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയി അല്ലേ? ഇന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പോട്ടെ, ഒരു 3 ദിവസം മുമ്പുള്ള നിവിനാണോ ഇന്നത്തെ? അല്ലല്ലോ. പുള്ളിക്കാരന് ഇപ്പം ആരുടെ കൂടിയാണ് ടീം കൂടിയിരിക്കുന്നത്? വയൽക്കാട് അനുമോൾ അവരുടെ കൂടെയാണ് ഇരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം. ഓക്കെ, വേറൊന്നുമല്ല, അനുമോൾ നിവീന് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് അനുമോൾക്കും അറിയാം, അനുമോൾക്ക് പോസിറ്റീവ് ആണെന്നുള്ളത് നിവീന് പറയാം. അപ്പോൾ രണ്ടുപേരും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ശരിക്കും വയൽക്കാടിനും മോശമായിട്ടൊന്നും ഇല്ലല്ലോ. നവീന് മോശമായിട്ട് എന്താ ഉള്ളത്? അങ്ങനെ മോശമൊന്നുമില്ല, എൻ്റർടൈനർ ആണെന്നുള്ളത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ഫീഡ്ബാക്ക് പോയതുകൊണ്ടാണ് ഇവർ രണ്ടിനും കൂടെ നിൽക്കുന്നത്. മനസ്സിലായി? അത് ശൈത്യയ്ക്കും അക്ബറിനും ഇന്ന് മനസ്സിലായിട്ടുണ്ട്. അവർ ക്രാക്ക് ചെയ്യുന്നുണ്ട്. അതാണ് സംഭവം. അതുകൊണ്ടാണ് നവീനും അവിടേക്ക് മാറിയതെന്നുള്ളത് മനസ്സിലായി. കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്, മുഴച്ച് കാണിക്കുന്നുണ്ട്. അത് നവീൻ സ്റ്റെപ്പ് പുള്ളിക്കാരൻ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ മാറിക്കളഞ്ഞു. അത് കുഴപ്പമില്ല, ഗെയിമാണ്, ഗെയിമിൽ എന്തുകൊണ്ടും ചെയ്യാം. പക്ഷേ ഇനി പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. എനിക്കത് ഗെയിമാണെന്ന് മനസ്സിലായി, പ്രേക്ഷകർക്ക് ഗെയിമാണെന്ന് മനസ്സിലാവണമെന്നില്ല. അവർ പെട്ടെന്ന് ആലോചിക്കില്ല ഇതെന്താ ഇവർ പെട്ടെന്ന് ഇങ്ങനെ. എനിക്ക് ഡൗട്ട് ഉണ്ട്, നാളെ ലാലേട്ടൻ വന്നിട്ട് നെഗറ്റീവായിട്ട് മസ്താനയുടെ എഗെയിൻസ്റ്റും അനുമോളുടെ എഗെയിൻസ്റ്റും പറയുമ്പോൾ ഈ നിവീൻ എന്ത് ചെയ്യും? തിരിച്ച് ജിസലിനെ ഗ്യാങ്ങിൽ പോകുമോ? മിക്കവാറും പറയും, നിവിനെയും പറയാൻ സാധ്യത. കാരണം വെസൽ ടീം ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ. അതിൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. എനിക്ക് ചോദിക്കണം, ചോദിക്കേണ്ടതാണ്. പക്ഷെ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കണ്ട, വീക്കെൻഡ് അല്ലേ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ചോദിക്കാറില്ല, ചോദിക്കുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നിവീനെ കുറിച്ച് ബിഗ് ബോസിനും പല പ്രാവശ്യം നിവിനെ ഇങ്ങനെ പേര് വിളിച്ച് മതിയാവുന്നുണ്ട്. അപ്പം എന്തായാലും അത് ബിഗ് ബോസ് ടീം എടുക്കും ആ വിഷയം. അപ്പം ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ലാലേട്ടൻ വന്നിട്ട് മസ്താനിന്റെ നെഗറ്റീവ് പറയാണ്, ഇവരെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ നിവിൻ എന്ത് ചെയ്യും? അപ്പോഴും ഗെയിം മാറ്റി കളിക്കും. അങ്ങനെ ഒരുപാട് മാറ്റി കളിക്കുമ്പം നിവിന്റെ ഗെയിമാണ് ഡൗൺ ആവാം. ആൾക്കാർക്കൊരു വിശ്വാസ കുറവുണ്ട് വരും. ഇതെന്താണ് ഇതില്ലാത്ത നിലപാടില്ലാത്ത ഒരാളെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിവിൻ അത് ബാക്ക് ഫയർ ചെയ്യും. അപ്പോൾ നിവിൻ്റെ ഗെയിമൊക്കെ നല്ലതാണ്, ആൾ എൻ്റർടൈൻമെൻ്റ് ആണ്, ആൾക്ക് ഗെയിം അറിയാൻ, നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ച് കളിക്കണം. ഈ മൂവ്സ് ഒക്കെ കൊണ്ട് മാറുമ്പോണ്ടല്ലോ ആൾക്കാർക്ക് അത് ഹിൻഡ് ഭയങ്കര നെഗറ്റീവായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിച്ച് കളിച്ചാൽ മതി.